പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി പഠിക്കാനുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി എഴുതിക്കോ. പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. അടുത്ത ഹെഡിങ് അല്ല, നെക്സ്റ്റ് ഹെഡിങ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. ഈ പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി പറയുന്നത് എന്താണെന്നറിയോ? അതായത് ലൈറ്റ് ഇപ്പം ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പോവുകയാണെങ്കിൽ അത് അതേ പാത്തിൽ കൂടെ തന്നെ തിരിച്ചു വരുവാണെങ്കിൽ അതേ പാത്തിൽ കൂടെ തന്നെ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഉദാഹരണം നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. അതായത് ഞാൻ ഇപ്പോൾ ഒരു റിഫ്രാക്റ്റിംഗ് മീഡിയം എടുക്കുകയാണ്. ഇതൊരു റിഫ്രാക്റ്റിംഗ് മീഡിയമാണ്. ഓക്കെ, ലൈറ്റ് എന്താണ് റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകാമെന്ന് വിചാരിക്കുക. അതായത് നമുക്കറിയാം ഇതിപ്പം ഒരു മീഡിയം 1 ആണ്, ഇതിപ്പം മീഡിയം 1 ആണ്, ഇത് മീഡിയം 1 ആണ്, ഇത് മീഡിയം 2 ആണ്. ഓക്കെ, ഇത് ലൈറ്റ് റേ എവിടാണ്? എന്താണ് മീഡിയം 1ൽ നിന്ന് മീഡിയം 2ലോട്ട് പോവാണ്. മീഡിയം 1 ഒരു റെയറർ മീഡിയം ആണെന്ന് വിചാരിച്ചോ, റെയറർ. ഇത് ഡെൻസർ മീഡിയം ആണെന്ന് വിചാരിച്ചോ, ഡെൻസർ. റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോവാം. എന്തായിരിക്കും യൂഷ്വലി സംഭവിക്കുന്നത്? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആകുമെങ്കിൽ, അല്ലെങ്കിൽ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആകുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കണം? നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ ആണല്ലോ? അപ്പം ഇത് അതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസുമായി, ഇത് അതിന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമായി ആണല്ലോ. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇതിന്റെ പാത്തിനെ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യുമ്പോൾ ഇത് ഈ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കണേ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം, ഞാൻ ഒരു ബൗൺസിങ് ബോൾ ഇങ്ങനെ ഇടുക. ബൗൺസിങ് ബോൾ ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ടുണ്ടെങ്കിൽ ആ വന്ന കൃത്യം വഴി കൂടെ തന്നെ പോകണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ബൗൺസ് ചെയ്തു തിരിച്ച് കുറച്ച് ഡിസ്റ്റൻസ് കൃത്യമായിട്ട് വരും, കുറച്ച് ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? അങ്ങ് മാറിപ്പോകും. പക്ഷെ ഈ ലൈറ്റ് റേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വന്ന വഴി കൂടെ തന്നെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്? തിരിച്ചു പോകുന്നത്. അത് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താണെന്നറിയോ? നമ്മൾ വേണ്ട ഇവിടോട്ട് ഒരു മിറർ അങ്ങോട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ ഒരു മിറർ, പ്ലെയിൻ മിറർ അങ്ങോട്ട് ഘടിപ്പിക്കുകയാണ്, ഒരു പ്ലെയിൻ മിറർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ പ്ലെയിൻ മിററിൽ കൃത്യം പെർപെൻഡിക്കുലർ ആയിട്ടാവുന്ന വീഴുന്നതും കൊണ്ട് അത് കൃത്യം റിഫ്ലക്ട് ചെയ്യുന്നതും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. രണ്ട് ഇങ്ങനെ പോയിട്ട് രണ്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ, അതായത് കൺസിഡറിങ് എഴുതുക. ഇത് വരച്ചിട്ട് കൺസിഡറിങ് റിഫ്രാക്ഷൻ considering refraction when light moves from medium 1 to medium 2 അങ്ങനെ മീഡിയം 1 നിന്ന് മീഡിയം 2ലോട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 ഈസ് ഈക്വൽ ടു സ്നെൽസ് ലോ വെച്ചിട്ട് sin I by sin R എന്ന് എഴുതാം. ആണല്ലോ? അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റിഫ്രാക്ഷന്റെ കേസാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി തിരിച്ചു വരുമ്പോൾ while considering its reverse path. അപ്പം ഇതെന്തായിട്ട് മാറി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു ഏത് മീഡിയത്തിലോട്ടാണോ ലൈറ്റ് ചെന്ന് ഇറങ്ങുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണം കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു 2 ആണ്. അപ്പൊ അതേതാ? അത് ലൈറ്റ് ഇവിടെ നിന്ന് ഈ മിററെ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് അതെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതേ പാത്തിൽ തന്നെ വരുന്നു. ഇപ്പം ഇത് ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ്. അപ്പൊ ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആയിട്ട് തന്നെ ഇങ്ങനെ പോകും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്താണ് സൈൻ ബൈ സൈൻ ആർ എങ്ങനെയാ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ, അതായത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോഴത്തേക്കും അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പം ആദ്യത്തെ കേസിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, ഇപ്പോഴത്തെ കേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ ഐ ആയിരുന്നു വരേണ്ടത്, അതിന് പകരം സൈൻ ആർ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ സൈൻ ആർ ആയിരുന്നു വരേണ്ടത്, അത് നമുക്ക് സൈൻ ഐ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ 2 എന്നും വിളിക്കാം. ഇത് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. ഇത് കത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അതായത് ലൈറ്റ് മീഡിയം 1 നിന്ന് മീഡിയം 2ലോട്ട് പോകുന്ന സമയത്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതും. എന്നാൽ ഇത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അതായത് മീഡിയം 2ൽ നിന്ന് മീഡിയം 1ലേക്കാണ് പോകുന്നത്. വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും, വൈൽ കൺസിഡറിങ് ഇറ്റ്സ് റിവേഴ്സ് പാത്ത്
from medium 2 to 1, medium 2 to medium 1. അങ്ങനെ ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 വിത്ത് റെസ്പെക്ട് ടു ഈസിക്കൽ സൈൻ ആർ ബൈ സൈൻ എന്ന് വരും. കാരണം തിരിച്ചു പോകുമ്പോൾ ആ ആദ്യത്തെ കേസിൽ ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ ആണ് രണ്ടാമത്തെ കേസിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇത് മനസ്സിലാത്തവരുണ്ട് ചോദിക്കണം. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇക്വേഷൻ 1 ഇൻറ്റു ഇക്വേഷൻ 2 ചെയ്യാൻ പോവാം. അതായത് LHS-ൽ μ21 ഇൻറ്റു μ12 ഈസിക്കൽ ടു ഇവിടെ സൈൻ ഐ ബൈ സൈൻ ആർ ഇൻറ്റു സൈൻ ആർ ഡിവൈഡഡ് ബൈ സൈൻ ഐ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്തു, ഇത് രണ്ടും കട്ട് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എന്തെന്ന് വരും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു ഈസിക്കൽ ടു 1 എന്ന് വരുന്നു. അവിടെ നിന്ന് μ21 ഈസിക്കൽ ടു 1 ബൈ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ μ12 എന്ന് വരും. അതായത് ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട്, അല്ലെങ്കിൽ മീഡിയം 1-ൽ നിന്ന് മീഡിയം 2-ലോട്ട് ലൈറ്റ് പോവുകയാണെങ്കിൽ ആ മീഡിയം 2-ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും കിട്ടുന്നത്. തിരിച്ചാണെങ്കിലോ ആ കിട്ടുന്നതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം, ഇതൊന്ന് എഴുതിയെടുത്തു എന്താണെന്നുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഇത് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിച്ചോ. മിഷേൽ മനസ്സിലായോ? സന മനസ്സിലായോ? ദിവ്യ മനസ്സിലായോ? അഭിനവ് മനസ്സിലായോ? ഓക്കെ. അതായത് ഞാനൊരു എക്സാമ്പിൾ തരാം, ആ എക്സാമ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. അതായത് ഇപ്പം ലൈറ്റ് എയറിൽ നിന്ന്, ഇത് എയർ ആണ്, എയറിൽ നിന്ന് വാട്ടറിലേക്ക്, ഗ്ലാസ്സിലേക്ക് പോവാണ്. ഇത് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോ. എയറിനെ ഗ്ലാസ്സിലേക്ക്, എന്താണ്, ലൈറ്റിനെ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടത്തി വിടുകയാണ്, ഗ്ലാസ്സിലേക്ക്. അപ്പൊ നമുക്കറിയാം റെയറർ ടു ഡെൻസർ, അതായത് റെയറിൽ നിന്ന് ഡെൻസറിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്താ, ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഓക്കെ, അപ്പം ഇവിടെ ഏത് മീഡിയത്തിലോട്ടാണ് ലൈറ്റ് വന്ന് ഇറങ്ങിയത്, ആ മീഡിയത്തിലാണ് ബെൻഡിങ് സംഭവിക്കുന്നത്. ആ ബെൻഡിങ് എബിലിറ്റിനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ കണ്ടുപിടിക്കുന്നത് ഗ്ലാസിന്റെയാണ്. അപ്പം ഇവിടത്തെ കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ് കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എയർ. അത് നമുക്ക് എന്താണ് 3/2 എന്ന് കിട്ടിയെങ്കിൽ ഇതിന്റെ തിരിച്ച് റിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇത് തിരിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം, വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. എന്താ, അതായത് ഇതിപ്പം ഗ്ലാസ് ആക്കാം, ഇത് എയർ ആക്കാം. അപ്പൊ ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് പോവാണെങ്കിൽ എന്താ, ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആയിരിക്കും. ഇതെല്ലാം തിരിച്ച് കൺസിഡർ ചെയ്താലും മതി, ഇങ്ങനെ കൺസിഡർ ചെയ്താലും മതി. പക്ഷെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പൊ ഇപ്പം ലൈറ്റ് ഏത് മീഡിയത്തിലോട്ടാണ് വന്ന് ഇറങ്ങുന്നത്? എയറിലോട്ടാണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ് കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. അപ്പം ഈസിക്കൽ ടു എത്ര? അത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് എത്രയായിരിക്കും? 1/μga ആയിരിക്കും. അതായത് അത് 3/2 ആണെങ്കിൽ ഇത് 2/3 ആയിരിക്കും എന്നാ. അത്രേ ഉള്ളൂ കാര്യം, വേറെ ഒന്നുമില്ല. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ റിഫ്രാക്ഷൻ ത്രൂ റെക്ടാങ്കുലർ ഗ്ലാസ്, അതുണ്ടോ ഒന്ന് പറയാമോ? നിങ്ങളുടെ സിലബസിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാമോ? എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ഓഫ് ലോ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്, അതുണ്ടോ? അത് ആ ടോപ്പിക് ഉണ്ടോ?
വേരിഫിക്കേഷൻ അത് കാണാൻ സാധ്യതയില്ല, എല്ലാ വർഷവും അതില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്ക് പഠിപ്പിക്കാം. റിഫ്രാക്ഷൻ ത്രൂ റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് പഠിപ്പിക്കാം, അതുകൂടെ നോക്കിക്കോളൂ. അപ്പം ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെയാണ് എഴുതിക്കോ, ഹെഡിങ് എഴുതിക്കോ, റിഫ്രാക്ഷൻ ത്രൂ റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ്, റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ്. അപ്പം റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഗ്ലാസ് സ്ലാബ് ഇതാണ് റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ. കണ്ടോ, ഇതാണ് റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിപ്പോ സൈഡ് വ്യൂ ആണ്. ഇത് നമ്മൾ ടോപ്പ് വ്യൂ ആയിരിക്കും വരയ്ക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് നമ്മളിപ്പോ വരയ്ക്കാൻ പോകുന്നത് ഇതിന്റെ ടോപ്പ് വ്യൂ ആയിരിക്കും. നോക്കാം, നമുക്ക് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ, ശരിക്കും റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് ഇരിക്കുന്നത് എങ്ങനെയാ? അതായത് ഇങ്ങനെ സൈഡ് വ്യൂ നോക്കാനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് ഇരിക്കുക. ഞാൻ ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. ടോപ്പ് വ്യൂ വെച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് വരയ്ക്കുന്നത്. ഇത് ടോപ്പ് വ്യൂ ആണ്, പ്രത്യേകം ഓർക്കണം, ഇത് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇത് ഗ്ലാസിന്റെ, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിന്റെ ഉൾഭാഗം ഫുൾ ഗ്ലാസ് ആണ്. നോക്കിയോ, ഇതിന്റെ ഉൾഭാഗം ഫുൾ ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പം അത് കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് മനസ്സിലാക്കാനായിട്ട്. ഞാൻ ഒരു ലൈറ്റ് റേനെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുകയാണ്. ഒരു ലൈറ്റ് റേനെ ഞാൻ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുകയാണ്. ഒബ്ലിക് ആയിട്ട് വന്ന് വീണു. ഓക്കെ ആണല്ലോ? അപ്പം നമുക്കറിയാൻ പറ്റുന്ന കാര്യം, ഇത് എയർ എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. ഓക്കെ, ഇത് ഗ്ലാസ് ആണ്, അല്ലേ? അപ്പൊ എന്തായാലും എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണെങ്കിൽ റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുന്നതിന്റെ രീതി ആയിരിക്കും വരിക. അപ്പം എന്തായാലും ഇവിടെ ഒരു നോർമൽ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ നോർമൽ. നമ്മൾ അതിന്റെ നോർമൽ വരച്ചു. ഇതാണ് അതിന്റെ നോർമൽ. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. അങ്ങനെ ഇത് ബെൻഡ് ടുവേർഡ്സ് ആയിട്ട് ഇവിടെ വന്ന് വീണു. ഓക്കെ, വീണ്ടും അവിടെ രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മീഡിയം പോലെ ആയില്ലേ അത്? അതായത് ഗ്ലാസിൽ നിന്ന് പിന്നീട് എന്തായാലും അതും റിഫ്രാക്റ്റിംഗ് ഫേസ് ആണ്. അപ്പൊ ഗ്ലാസിൽ നിന്ന് വീണ്ടും എവിടോട്ടാണ് പോകുന്നത്? വീണ്ടും എയറിലേക്ക് തന്നെയാണ് വരുന്നത്, ഇല്ലേ? ആ എയർ ഞാൻ ഇവിടോട്ട് എഴുതാം. ഓക്കെ, എയറിലേക്കാണ്. അപ്പൊ ഇപ്പം ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് ലൈറ്റ് റേ സഞ്ചരിക്കുക. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്തായാലും നോർമൽ വരച്ചിരിക്കണം, അല്ലേ? ഇവിടെയാണ് നോർമൽ വരയ്ക്കുന്നത്. നോർമൽ എന്ന് പറയുമ്പോൾ ഏത് സർഫസിലാണോ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്, ആ ഇൻസിഡന്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് ആ സർഫസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. നിങ്ങൾ നോർമൽ വരയ്ക്കുമ്പോൾ ഡാർക്ക് ലൈൻ വരയ്ക്കല്, ഡോട്ടഡ് ലൈൻ വേണം വരയ്ക്കാൻ. ഞാനിത് വേറെ കളർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഡോട്ടഡ് ഇടാത്ത. ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് യൂഷ്വലി എന്താണത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം? ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആണ്. ഓക്കെ, ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. ഇങ്ങനെ പോകും. ഇത് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ ഇൻസിഡന്റ് റേ ഇതാണല്ലോ നമ്മുടെ ഇൻസിഡന്റ് റേ. ഇവിടെ ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ. ഇതാണ് ഇൻസിഡന്റ് റേ. അത് നമുക്ക് എഴുതാം. ഇത് AO BC. A ആണ് ഇൻസിഡന്റ് റേ, OB എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ. അപ്പം അവിടെ എഴുതാൻ വേണമെങ്കിൽ ഇത് ഇൻസിഡന്റ് റേ ആണ്, ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്. ഇതിന്റെ ആരോ കൃത്യമായിട്ട് ഇടണേ. ഇത് അതിന്റെ റിഫ്രാക്റ്റഡ് റേ ആണ്. ഈ പുറത്തോട്ട് ഇറങ്ങി വരുന്ന റേനെ നമ്മൾ എമർജന്റ് റേ എന്നാണ് പറയുന്നത്. എന്താണ്? എമർജന്റ് റേ. എമർജ് ചെയ്യുക, പുറത്തോട്ട് വരിക, അല്ലേ? അപ്പൊ പുറത്തോട്ട് വരുന്ന റേ എമർജന്റ് റേ. ഓക്കെ, ഇനി ഈ ഇൻസിഡന്റ് റേനെ നിങ്ങൾ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാ പോകുന്നത്? ഈ ഇൻസിഡന്റ് റേനെ എക്സ്റ്റെൻഡ് ചെയ്യുവാന്ന് വിചാരിച്ചു. അതായത് ഈ ഇൻസിഡന്റ് റേനെ തന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക, ശരിയല്ലേ? ഇൻസിഡന്റ് റേനെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. അതിനെ ഡോട്ടഡ് വെച്ചിട്ട് വരയ്ക്കണം. അതെന്തിനാണെന്നറിയാമോ? ശരിക്കും ഇൻസിഡന്റ് റേ പോകേണ്ടത് ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അതിന് റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാ പോകുന്നത്? അതായത് ഇങ്ങനെ പോകേണ്ട ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാ പോകുന്നത്, അല്ലയോ?
അപ്പം ആ ഇൻസിഡന്റ് റേയും അതേപോലെ ഇപ്പൊ പോകുന്ന എമർജന്റ് റേയും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കും. അതായത് അതായത് ഈ എമർജന്റ് റേയും ഈ ഇൻസിഡന്റ് റേയുടെ എക്സ്റ്റൻഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് കൃത്യം പാരലൽ ആയിട്ടാണ് പോകുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തുകൊണ്ട് ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും പാരലൽ ആവുന്നു? അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻസിഡന്റ് റേയുടെ നോർമലി ഇടയ്ക്ക് വരുന്നത് ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നായിരിക്കും വിളിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പുറത്തോട്ട് ഇറങ്ങുന്ന ഈ ആംഗിളിന് എമർജന്റ് റേക്കും നോർമൽ ഇടയ്ക്ക് വരുന്ന ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കാൻ അറിയാമോ? ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് വിളിക്കും. ഈ ആംഗിൾ ഓഫ് എമർജൻസും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈക്വൽ ആയതുകൊണ്ടാണ് ഇൻസിഡന്റ് റേയുടെ എക്സ്റ്റൻഷനും ഈ എമർജന്റ് റേയും എന്താണ് പാരലൽ ആയിട്ട് പോകുന്നത്. അതായത് ഈ ലൈനും പാരലൽ ആയിട്ട് അത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പം ഇത് എഴുതുക, ഇത് ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഇത് ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ആണ്. ഇത് ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ആണ്. ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ, ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ്. ഓക്കെ, ഇതിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം ഇവിടെ. എന്നിട്ട് എക്സ് സൈഡിലോട്ട് എഴുതാം. എക്സ് എന്ന് പറയുന്നതാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ്. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇത്രയാണ് പടം വരയ്ക്കേണ്ടത്. ഈ പടം ക്ലിയർ ആയോ? അഭിനവ് ഓക്കെ ആണോ? മിഷൻ ഓക്കെ ആണോ? ദിവ്യ ഓക്കെ ആണോ? സന ഓക്കെ ആണോ? എന്നിട്ട് ഇതിന്റെ താഴോട്ട് എഴുതുക, ഒരു ഡോട്ട് ഇട്ട് എഴുതുക. ഇൻസിഡന്റ് റേ and emergent ray are parallel to each other. And the reason ചോദിക്കും, because angle of incidence is equal to angle of emergence. Angle I is equal to angle E. ഇത് ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ the perpendicular distance, അടുത്ത ഡോട്ട് ഇട്ട്, the perpendicular distance between incident ray and emergent ray is called lateral displacement. അത്രയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ശരിക്കും നേരെ പോകേണ്ട സാധനം രണ്ട് സർഫസിൽ റിഫ്രാക്ഷൻ നടന്നതിന്റെ ഭാഗമായിട്ട് അത്രയും ഡീവിയേഷൻ, അത്രയും വ്യത്യാസം ഉണ്ടായി. അതുതന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? ഇനിയും അടുത്തത് എന്ന് പറയുന്നത്, ഈ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് 2-3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന്, ഈ തിക്നെസ്. ഓരോ ഗ്ലാസ് ലാബിനും ഓരോ തിക്നെസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ആ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ആ ഒരു ഇത്, അതായത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് ലാബിന്റെ തിക്നെസ് അനുസരിച്ചുള്ള ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത്രയും. ചിലതിന് കുറച്ചുകൂടെ വലുതായിരിക്കും, ചിലതിന് കുറച്ചുകൂടെ വലുതായിരിക്കും. അതിന്റെ തിക്നെസ് മാറുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് വ്യത്യാസം ഉണ്ടാവും. 2, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇപ്പൊ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇൻസിഡന്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. എന്നാൽ ഞാൻ ഞാൻ ഇങ്ങനെ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നോക്കിയോ, ഇത് ഇങ്ങനല്ലേ പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് കണ്ടോ, ഇത് ഇങ്ങനെ വരികയും കണ്ടോ ഇങ്ങനെ പോവുകയും, അപ്പൊ അതിനനുസരിച്ച് കണ്ടോ ഇത് വ്യത്യാസം വരും. ആംഗിൾ ഓഫ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് വ്യത്യാസം വരും. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറിയാലും ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് വ്യത്യാസം വരും എന്നുള്ളതാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മൂന്നാമത്തേത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് നമുക്കറിയാം എല്ലാം ഗ്ലാസ് മെറ്റീരിയൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഓരോ മെറ്റീരിയലും കൊണ്ട് നമ്മൾ എന്താണ് ഇതുണ്ടാക്കിയാൽ, അതായത് ബ്ലോക്ക് ഉണ്ടാക്കിയാൽ, ബ്ലോക്ക് മീൻസ് എന്താണ്, ഈ ഗ്ലാസ് ലാബിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ബ്ലോക്ക് ആൻഡ് ദെയർഫോർ ഓൾസോ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് എന്നുള്ളതിനെയും എന്താണ് ഡിപ്പെൻഡ് ചെയ്യും. ഓരോ കളർ, ഇപ്പം ഞാൻ റെഡ് കളറാണ് അതിൽ അടിക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കത്തില്ല വയലറ്റ് കളർ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത്, അതായിരിക്കത്തില്ല യെല്ലോ കളർ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഓരോന്നിനും ഡിഫറെന്റ് ആണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഈ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് അതെല്ലാം പറഞ്ഞു, തിക്നെസ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, നോക്കിക്കോളൂ. അടുത്ത ഡോട്ട് എഴുതിക്കോ. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് x depends on a എന്ന് എഴുതിട്ട് thickness of the medium. thickness of medium എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലാസ് സ്ലാബ് ആണേ. മീഡിയം ഇവിടെ നമ്മൾ ഗ്ലാസ് സ്ലാബ് ആണ് എടുത്തിരിക്കുന്നത്, ഗ്ലാസ് സ്ലാബ്. ഓക്കെ, അപ്പൊ അത് മാറുന്നതനുസരിച്ച് അപ്പം തിക്നെസ് മോർ ആണെങ്കിൽ മോർ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ്, മോർ തിക്നെസ് more is the more the thickness, more is the lateral displacement. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അതായത് ബി എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതും അതേപോലെ തന്നെ മോർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, more is the lateral displacement, lateral displacement. അടുത്തത് മൂന്നാമത്തേത് ഡിപ്പെൻഡൻസ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് മോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് of the medium more is the lateral displacement. നമ്മൾ കഴിഞ്ഞ ദിവസം ഓരോ കളറിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസം ഉണ്ടോ നമ്മൾ പഠിച്ചായിരുന്നു. അതായത് നമുക്കറിയാം നമ്മൾ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഇതിനകത്ത് നമ്മൾ കളർ പഠിച്ചായിരുന്നില്ലേ. അതായത് സാധാരണഗതിയിൽ ഇപ്പം ഓരോ കളറിനും ഓരോ സ്പീഡായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡിന്റെ സ്പീഡ് നല്ല മാക്സിമം ആയിരിക്കും, അതേപോലെ വയലറ്റിന്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പം സ്പീഡ് കൂടുതലുള്ള കളറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. അതായത് റെഡിന് അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് റെഡ് പോകുമ്പോൾ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറവായിരിക്കും എന്നർത്ഥം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ആണ് കൂടുതൽ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓരോ കളറിനും ഓരോ കളർ ഓരോ മീഡിയത്തിൽ കൂടെ പോകുമ്പോൾ ഓരോ സ്പീഡാണ്. ഇപ്പം എയർ പോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ വാട്ടറിൽ കൂടെ റെഡ് പോകുമ്പോഴുള്ള സ്പീഡ് ആയിരിക്കത്തില്ല വയലറ്റ് പോകുമ്പോഴുള്ള സ്പീഡ്. ഓക്കെ, റെഡ് പോകുന്ന സമയത്ത് റെഡിന്റെ സ്പീഡ് വളരെ കൂടുതലും വയലറ്റിന്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. അതായത് റെഡിന് ആ മീഡിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മീഡിയത്തിൽ കൂടെ സ്പീഡിൽ പോവുകയാണെങ്കിൽ റെഡിന്റെ ആ മീഡിയത്തിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതൽ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കുറവാണെന്നർത്ഥം. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ മീഡിയം കൂടുതലും ഡെൻസർ ആവുമല്ലോ. അപ്പോൾ സ്പീഡിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഏത് മീഡിയത്തിൽ കൂടെ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കുന്നത്? റെയറർ മീഡിയത്തിൽ കൂടെയാണ് സ്പീഡിൽ സഞ്ചരിക്കുന്നത്. അപ്പം ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ റെഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വയലറ്റിനെക്കാട്ടിലും ജനറലി കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം അതാ ഞാൻ ഇവിടെ പറയുന്നത്. നമ്മളിപ്പം ഈ ഗ്ലാസ് ലാബിനകത്തൂടെ നമ്മൾ റെഡ് ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ റെഡ് ലൈറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കുറവാണ്, അതിനനുസരിച്ചുള്ള ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഓക്കെ, എന്താണ് വയലറ്റ് ആണ് കടത്തി വിടുന്നതെങ്കിൽ എന്താണ് അതും ഡിഫറെന്റ് ആണ്, ആ വയലറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്.
അപ്പോൾ അതിനനുസരിച്ചുള്ള എന്താണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. ഓക്കെ ആണല്ലോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു മനസ്സിലാക്കാൻ, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഒരു ടോപ്പിക്, ഒരു ടേം കൂടെ എഴുതാം. സിൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് increases with decrease in wavelength, so lateral displacement increases with decrease in wavelength of light. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ വേവ് ലെങ്ത് എന്നാണ്. അപ്പൊ വേവ് ലെങ്ത് കുറവുള്ളതിന് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, അപ്പൊ അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ അതും നമ്മുടെ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റും അതുപോലെ തന്നെ വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ച് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് കൂടും. അപ്പൊ വയലറ്റിനായിരിക്കും എന്ത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് കൂടുതൽ. അപ്പം അത് ശ്രദ്ധിച്ചോണം, ലോജിക്കലി തിരിച്ചും മറിച്ചും ഒക്കെ പഠിച്ചോണം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്താണ് therefore എന്താണ് lateral displacement of violet is more than that for red. ഇതൊക്കെ പഠിച്ചോണം, ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് മൾട്ടിപ്പിൾ ഇമേജസ് in a thick plain glass plate or thick mirror. ഇത് ശ്രദ്ധിക്കണം, ഇത് സ്കൂളിൽ പഠിപ്പിച്ചോ? മിഷേൽ പഠിപ്പിച്ചോ? ഇത് പഠിപ്പിച്ചില്ല? പഠിപ്പിച്ചു. ഓക്കെ. അപ്പം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധാരണ ഒരു മിറർ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് തന്നെ ഇങ്ങനെ സൈഡിൽ എന്താ ഇങ്ങനെ ഒരു സിൽവേർഡ് പോളിഷ്ഡ് ആയെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് ഒരു ലൈറ്റ് വന്ന് വീഴുവാണെങ്കിൽ രണ്ട് ഇങ്ങനെ ഇത് റിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. പക്ഷേ ഒരു തിക്ക് മിറർ ആണെങ്കിലുണ്ടല്ലോ, തിക്ക് മിറർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ലൈൻ ആയിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. അവിടെ രണ്ട് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. കണ്ടോ, അതിന്റെ തിക്നെസ് കൺസിഡർ ചെയ്യേണ്ടി വരും. നേരത്തെ നമ്മൾ വരച്ച സിൽവർ പോളിഷ് ചെയ്യുന്നത് രണ്ട് ഇവിടെ ആയിരിക്കും. അപ്പം ഇതേണ്ട ലൈറ്റ് ഇവിടെ വന്ന് വീണിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ റിഫ്രാക്റ്റിംഗ് ഫേസാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ റിഫ്രാക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് വീണിട്ടേ ഇതെന്ത് ചെയ്യത്തുള്ളൂ, റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അപ്പം നേരത്തെ എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ ഇത് അതിന് വളരെ തിന്നായിട്ടുള്ള മിറർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതേ വന്ന് വീഴുന്നു, ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ അതിന് ഇതൊരു തിക്ക് മിററാണ്. തിക്ക് മിറർ എന്ന് പറയുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പൊ അത്രയും സ്പേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഇവിടെ ലൈറ്റ് വന്ന് ഇങ്ങനെ വീണു. ഇവിടെ ഒന്നും ഇങ്ങനെ നടക്കത്തില്ല, കാരണം മിറർ സിൽവർ പോളിഷ് ചെയ്തിരിക്കുന്നത് എവിടാ, ഇതിന്റെ രണ്ടാമത്തെ ഫേസിലാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിട്ട് ഇവിടെ വന്ന് വീണിട്ട് ഇവിടെ ഇവിടെ വന്ന് വീണ് ഇത് റിഫ്ലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ലൈറ്റ് തന്നെ ഇങ്ങനെ ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആയിട്ട് പോകും. അങ്ങനെയാണ് എന്താണ് പോകുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഇത് നടക്കുന്നുണ്ടാവും. അപ്പൊ അതെന്താന്നുള്ള കാര്യം എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നോക്കാം നമുക്ക്. അപ്പൊ ഞാൻ ഇതിന്റെ ഇങ്ങനെ ഒരു മിറർ ഞാൻ കൺസിഡർ ചെയ്തു.
അതിന്റെ തിക്കായിട്ടുള്ള മിററാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ തിക്കായിട്ടുള്ള മിറർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ തിക്നെസ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഒരു സൈഡിൽ എന്ത് ചെയ്യുക, നമ്മൾ സിൽവർ കളർ പോളിഷ് ചെയ്യുകയാണ്. സിൽവർ കളർ പോളിഷ് ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ വേണ്ട ഈ ലൈനിലായിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇവിടെ അവിടെ ഒരു ലൈൻ വരച്ചിരിക്കുന്നതിന് കാരണം ഇമേജും ഇതിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഒരു മിററിന്റെ അകത്തല്ല. ഇപ്പൊ നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് നമ്മൾ പോയി മുഖം നോക്കി കഴിഞ്ഞാൽ ആ മിററിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ ഈ നിരപ്പിൽ ഇപ്പൊ ഈ ലൈൻ ഇവിടെ വരയ്ക്കുവാണെങ്കിൽ അകത്തേക്ക് ഞാൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. ഈ ലൈനിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഇമേജ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ലൈറ്റർ എന്തായിരിക്കും, ഒബ്ലീക്ക് ആയിട്ടായിരിക്കും തന്നെ ഇങ്ങനെ വന്ന് വീഴുന്നത്. ലൈറ്റർ തന്നെ ഇവിടെ വന്ന് വീണു. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിപ്പോ എയറും ഇത് ഗ്ലാസിന്റെ ഉൾഭാഗമാണ്. എയറും ഗ്ലാസും ആയതുകൊണ്ട് ഇത് റെയറും ഡെൻസറും ആണ്. അപ്പൊ ഇവിടെ എന്താ, ഇവിടെ റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിട്ട് ഇവിടെ വന്ന് വീഴുന്നു. ഓക്കെ, അവിടെ വന്ന് വീണു. ഓക്കെ. ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി ലൈറ്റർ എന്താ, ലൈറ്ററെ ഇവിടെ റിഫ്ലക്ഷൻ നടന്നെങ്കിൽ അതേ വന്ന് വീഴുന്ന അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും, ഇവിടെ വന്ന് വീഴും. എന്നിട്ട് ഇപ്പൊ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് ഇനിയും പോകുന്നത്. അപ്പൊ ഇവിടെ നോർമൽ കൺസിഡർ ചെയ്യണം. നമ്മൾ അതൊന്നും വരയ്ക്കുന്നില്ല. ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആയിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. ഇത് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ, ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. ഓക്കെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഇത് ഒരു എന്താണ്, ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഫസ്റ്റ് പഠിപ്പിച്ചപ്പം, റിഫ്രാക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ പോലും അവിടെ ഒരു പാർഷ്യൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റേ ഇവിടെ വന്ന് വീഴുമ്പോൾ ഇവിടെ ഒരു പാർഷ്യൽ റിഫ്ലക്ഷൻ ഓൾറെഡി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് ബാക്കിയുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് ഇവിടെ വന്ന് വീഴുന്നത്. അവിടെ ഒന്ന് വീണ്ടും റിയൽ മിറർ ആയതുകൊണ്ട് തന്നെ അത് റിഫ്ലക്ഷൻ നടന്നുകൊണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് വീണു. വീണ്ടും എന്ത് ചെയ്യുന്നു, ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ വീണ്ടും എന്താ, ഇത് റിഫ്രാക്റ്റിംഗ് ഫേസ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഇവിടെ വീണ്ടും പാർഷ്യൽ റിഫ്ലക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് ബാക്കിയേ ഇങ്ങോട്ട് റിഫ്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ഇവിടെ വന്ന് വീഴും. ഓക്കെ. വീണ്ടും ഇത് റിയൽ മിറർ ആണ്. അപ്പൊ എന്താ, അവിടെ റിഫ്ലക്ഷൻ തന്നെ നടക്കത്തുള്ളൂ. അപ്പൊ അടുത്തത് റിഫ്ലക്ട് ചെയ്ത് ഇവിടെ വന്ന് വീഴും. ഇവിടെ റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്, പക്ഷെ കുറച്ച് ഇങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആയിട്ട് റിഫ്രാക്ട് ചെയ്യത്തുള്ളൂ. അല്ലേ? വീണ്ടും ഇത് തന്നെ, ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നു, ഇവിടെ വന്ന് വീഴുന്നു. ഇവിടെ വന്ന് വീഴുന്ന സമയത്ത് ഇവിടെ എന്താ, റിഫ്ലക്ട് ചെയ്ത് തന്നെ ഇങ്ങനെ വന്ന് വീഴുന്നു. ഇത് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. കണ്ടോ, ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. ഇങ്ങനെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇത് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് വന്ന് ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. ഇത് വന്ന് ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. ഇവിടാണ് നമുക്ക് ഇമേജ് കാണാൻ പറ്റുന്നത്. അതായത് ഒന്നാമത്തെ ലൈറ്റ് റേ മൂലം ഉണ്ടാകുന്ന ഇമേജ് ഇവിടെ കാണാൻ പറ്റും. ആ രണ്ടാമത് റിഫ്ലക്ട് ചെയ്ത് മൂലം ഉണ്ടാകുന്ന ഇമേജ് തന്നെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെയാണ് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തേത് എന്താണ്, അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നാലാമത്തേത് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇമേജുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവം. ഓക്കെ. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കണ്ണ് ഇവിടാണ്, ഇവിടെ നിന്നാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രമേ ഉള്ളൂ. ഇതാണ് മൾട്ടിപ്പിൾ. ഇതിനകത്ത് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം, അതായത് ഇത് നമുക്ക് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത് A1, ഇത് A2, ഇത് A3, ഇത് A4. A1 എന്ന് പറയുന്ന ഇമേജ് നല്ലതായിട്ട് ബ്രൈറ്റ് ആയിരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ബ്രൈറ്റ്നസ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ, പിന്നെ ഇവിടെ പാർഷ്യൽ റിഫ്ലക്ഷൻ നടന്നിട്ട് ബാക്കിയുള്ളതാണ് റിഫ്രാക്ട് ചെയ്യുന്നത്. ഈ പാർഷ്യൽ റിഫ്ലക്ഷൻ നടന്ന ആ ലൈറ്റ് ആണ് നമുക്ക് എത്തുന്നത്. അപ്പൊ ആ ഇമേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോ ഇവിടെ ഒരു മിറർ ഇരിക്കുകയാണ്. നമ്മുടെ അഭിനവ് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണെങ്കിൽ അഭിനവിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്, ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഈ ഭാഗത്ത് വല്ലതും ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതാണ് വരച്ചിരിക്കുന്നത് ഇവിടെ. മനസ്സിലായോ? ഈ ഭാഗത്ത് എങ്ങാനും ആയിരിക്കും. കാരണം ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് എത്രയും ഡിസ്റ്റൻസ് ഉണ്ടോ അത്രയും ഡിസ്റ്റൻസ് തന്നെ ആ ഇമേജും ആ മിററും തമ്മിൽ കാണും. മനസ്സിലായോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ചു വിട്ടാൽ മതി. കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ ഏതാണ് ബ്രൈറ്റസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഞാനൊന്ന് നോക്കട്ടെ. അതിനകത്ത് A1, A2, A3.
ഇതിനകത്ത് A2 ആണ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഇമേജ്. ഞാൻ A1 എന്നാ പറഞ്ഞതെന്ന് എൻ്റെ ഒരു ഓർമ്മ, പക്ഷേ A1 അല്ല, A2 ആണ്. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ ആക്ച്വൽ റിഫ്ലക്ഷൻ നടക്കുന്നത്, ശരിക്കും മിററിൽ റിഫ്ലക്ഷൻ നടക്കുന്നത് ഏത് ലൈറ്റ് റേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേണ്ട ഇങ്ങനെ ഒരു ലൈറ്റ് റേ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്ന് വീണ് ഇത് ശരിക്കും മിറർ അല്ല. മിററിൽ നടക്കാത്ത റിഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ പാർഷ്യൽ റിഫ്ലക്ഷനാണ് നടക്കുന്നത്. അപ്പൊ ഇത് മൂലം ഉണ്ടാകുന്ന ഇമേജ് ആണ് A1. അപ്പൊ അത് അത്രയ്ക്ക് സ്ട്രോങ് അല്ലായിരിക്കും ഇന്റൻസിറ്റി. അത് പക്ഷേ ഇവിടെയോ ഇതിങ്ങനെ വന്നിട്ട് ഇവിടൂന്ന് റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് ഇവിടൂന്ന് ഇങ്ങനെ ഇതിങ്ങനെ പോകും. ഈ ഇമേജ് ആയിരിക്കും ഇതിന്റെ സ്ട്രോങ്ങർ കേട്ടോ, അല്ലെങ്കിൽ ബ്രൈറ്റർ ആയിട്ടുള്ള ഇമേജ് അതായിരിക്കും. അത് പ്രത്യേകം നോക്കിക്കോണം. A2 എന്ന് പറയുന്ന ഇമേജ് ആണ് ബ്രൈറ്റർ, അത് എവിടെ എഴുതി കിട്ടണം. A2 ഈസ് ദ ബ്രൈറ്റസ്റ്റ് ഇമേജ്. അതിന്റെ കാരണവും ചോദിക്കുവേ സാധാരണ. ബ്രൈറ്റസ്റ്റ് ഇമേജ് because it is formed, ആ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് it is formed due to the light suffering a strong first reflection at the silvered surface. സിൽവേർഡ് സർഫസ് ഇത് നമുക്ക് വേണമെങ്കിൽ PN എന്ന് വല്ലതും കൊടുക്കാം. ഇത് PN എന്നും അതേപോലെ തന്നെ ഇത് വല്ല AB എന്നും വല്ലതും കൊടുക്കാം. അല്ല, AB എന്ന് വേണ്ട, ഇത് ML എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ സർഫസ് PN ആണ് ശരിക്കുള്ള റിഫ്ലക്റ്റിംഗ് സർഫസ്. അവിടെ റിഫ്ലക്ഷൻ നടന്നത് മൂലം ഉണ്ടാകുന്ന ഇമേജ് ആണ് A2, ഫസ്റ്റ് ഇമേജ്. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ്. ഓക്കെ ആണല്ലോ, അതെപ്പോഴും ഓർത്തോണം. നമ്മൾ എപ്പോഴും A1 എന്ന് എഴുതി വെക്കുവേ. അപ്പൊ അത് പിന്നെ A2, A3, A4, A5 അങ്ങോട്ട് ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ ആണല്ലോ, ഇത് ഓർത്ത് വെച്ചോണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് തീർന്നു. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് കയറുകയാണ്. നമുക്ക് കുറച്ച് ടൈം ഉണ്ട്, പ്രിസവും കൂടെ പഠിപ്പിക്കാം. പ്രിസത്തിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, ആ ഡെറിവേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ ഡെറിവേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെയാണോ സ്കൂളിൽ പഠിപ്പിച്ചത്? ആണോ മക്കളെ? ടെക്സ്റ്റിനകത്തെക്കാളും കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട് നമുക്ക്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോ. അപ്പൊ നമ്മള് പ്രിസമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ഹെഡിങ് എഴുതിക്കോ. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ പ്രിസം. അപ്പം പ്രിസം എന്താന്നുള്ള കാര്യം ആദ്യം എഴുതാം. പ്രിസം എന്താ? പ്രിസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ട്രാൻസ്പെരന്റ് മീഡിയം bounded by 5 plane surface with a triangular cross section. ഒരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള 5 ഫേസ് ഉള്ള ഒരു മീഡിയം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്പെറന്റ് മീഡിയം ആണ് പ്രിസം. പ്രിസത്തിന്റെ 3 ഡയമെൻഷണൽ ഇമേജ് വരയ്ക്കുവാണെങ്കിൽ വേണ്ടി ഇങ്ങനെ ഇരിക്കുവേ. നിങ്ങൾ ഇത് വരയ്ക്കണ്ട, ഞാൻ ജസ്റ്റ് ഇതാക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വേണ്ട ഈ ഒരു ഫേസും ഇതൊരു റെക്ടാങ്കുലർ ഫേസ് ആണ്. അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ ഒരു ഫേസ്, ഇത് രണ്ടും റെക്ടാങ്കുലർ ഫേസ് ആണ്. ഇത് രണ്ടുമാണ് റിഫ്രാക്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഈ താഴെയുള്ള ഒരു റെക്ടാങ്കുലർ ഫേസ് ഉണ്ട്, അത് ഒരു ഒപ്പേക്ക് ആണ്. അതായത് അതുവഴി ജസ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് വെട്ടമൊന്നും അതുവഴി കടന്നു കയറി പോകുന്ന രീതിയിലല്ല, അത് ഒരു ബേസ് ആണ്. ഓക്കെ ആണല്ലോ. ഇത് രണ്ടാണ് റിഫ്രാക്റ്റിംഗ് ഫേസ് സർഫസ് എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ തന്നെ ഇത് കണ്ട് ഇതിനൊരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ, അതായത് ഈ ഒരു ക്രോസ് സെക്ഷനിലൂടെയാണ് ഇവിടെ നിന്ന് അവിടെ വരെ പോകുന്നുണ്ടാകുക. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിഫ്രാക്റ്റിംഗ് റെക്ടാങ്കുലർ സർഫസുകളും ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ബേസും അതിനുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ ഒരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഇനി വേണ്ട ഇതിപ്പോ 3 ഡയമെൻഷനിലാണ്. ഇത്
നേരെ നോക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇതുണ്ട് ഇങ്ങനെ ഇരിക്കും. അതായത് നേരെ നോക്കുവാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ ഇതിനെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഭാഗത്തൂടെ ഇതിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതുണ്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് അതിന്റെ റേ ഡയഗ്രാം എല്ലാം വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇപ്പം എ ബി സി ആണെങ്കിൽ ഈ ആംഗിൾ എ എന്ന് പറയുന്നതായിരിക്കും ആംഗിൾ ഓഫ് പ്രിസം. ആംഗിൾ ഓഫ് പ്രിസം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് എഴുതിയിട്ടേക്കണം റഫായിട്ട്. ഇനി ഇതിന്റെ താഴോട്ട് ഒരു ഡോട്ട് ഇട്ട് എഴുതണം. ഇവിടെ 2 റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇതുമാന്ന് പറഞ്ഞു. അത് രണ്ടും പാരലൽ അല്ല. അതുകൊണ്ട് ഇങ്ങനെ എഴുതാം, the two refracting surface of a prism are not parallel to each other, but they are inclined on each other, making an angle A called angle of prism. അതായത് ആ രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഇങ്ങനെ ചേർന്നാണല്ലോ, അത് പാരലൽ അല്ല, അതുകൊണ്ട് ഇങ്ങനെ ചേർന്നായിരിക്കുന്നത്, ഇൻക്ലൈൻഡ് ചെയ്താണ്ടിരിക്കുന്നത്. ആ ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് പ്രിസം. മേക്കിംഗ് ആംഗിൾ A called the angle of prism. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് പോവാം. ഡെറിവേഷൻ എന്നൊരു ഹെഡിങ് കൊടുത്തു, ഡെറിവേഷൻ. എന്നിട്ട് ആ പടം ഇങ്ങനെ വരയ്ക്കുക. ഇത് ഇച്ചിരി വലുതായിട്ട് വരയ്ക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് ഇതാകത്തുള്ളേ. ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുക, ഇച്ചിരി വലുതായിട്ട് വരയ്ക്കണേ എല്ലാവരും. ഇതാണ് നമ്മുടെ പ്രിസം. ഈ പ്രിസത്തിനെ എ ബി സി ആയിട്ട് മാർക്ക് ചെയ്യും. നിങ്ങൾക്ക് മാത്സ് ഒക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാം, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്സിന്റെ തിയറി ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, എന്നാലേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ലൈറ്റ് റേ വേണ്ട ഇങ്ങനെ വന്ന് വീഴുക. ഓക്കെ, ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീഴുക. അപ്പം നമുക്കറിയാം ഇത് എന്താണ്, ഒ പി എന്ന് പറയുന്ന ഒരു ലൈറ്റ് റേ എന്ന് വിചാരിക്കുക. ഒ പി എന്ന് പറയുന്ന ലൈറ്റ് റേ ആണ്. അപ്പൊ നമുക്കറിയാം ഏതൊരു ലൈറ്റ് റേ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്താലും അതിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. അതിന് റിഫ്രാക്ഷൻ എങ്ങോട്ട് സംഭവിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അതിന് നോർമൽ വരയ്ക്കണം. നോർമൽ എങ്ങനെയാ? എ ബി എന്ന് പറയുന്ന സർഫസിന് വേണം നോർമൽ വരയ്ക്കാൻ. എ ബി എന്ന് പറയുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഇതാണ്. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിന് നോർമൽ ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും അതിന്റെ നോർമൽ വരുന്നുണ്ടാവുക. നിങ്ങൾ ഇത് വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ഇട്ട് വരയ്ക്കണം. കൃത്യം 90 ഡിഗ്രിയിൽ വേണം അത് വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ തെറ്റാണ്. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ഇതേ, അതുകൊണ്ടാണല്ലോ അതിനെ നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിപ്പം ഒ പി എന്ന് പറയുന്ന ലൈറ്റ് റേ ആണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഒ പി എന്ന് പറയുന്ന ലൈറ്റ് റേ ഇൻസിഡന്റ് ആണ്. ഓക്കെ, അത് നോർമൽ വരച്ചു. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ, ഇതിപ്പം എയർ ആണ്, ഇതിന്റെ ഉള്ളിൽ ഗ്ലാസ് ആണ്, ഇല്ലേ? ഗ്ലാസ് ആണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം, ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. അങ്ങനെ ഇത് ഇവിടോട്ട് വന്ന് വീണു. ഓക്കെ ആണല്ലോ? വീണ്ടും അതൊരു റിഫ്രാക്റ്റിംഗ് ഫേസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടുന്ന് വീണ്ടും അത് റിഫ്രാക്ഷൻ നടക്കണമല്ലോ. റിഫ്രാക്ഷൻ എങ്ങോട്ട് നടക്കുന്നു എന്ന് മനസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെയും ഒരു നോർമൽ വരയ്ക്കണം. എങ്ങനെ?
ആ എ സി എന്ന് പറയുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരയ്ക്കാൻ. അപ്പൊ അതേണ്ട എ സി എന്ന് പറയുന്ന സർഫസിന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ അല്ലേ, അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ then ഇങ്ങനെ വരും, എക്സ്റ്റെൻഡ് ചെയ്താൽ ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി സി ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്താ, ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് പോകുന്നത്, ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ടാണ്. അപ്പൊ ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദി നോർമൽ ആണ്. അപ്പം ലൈറ്റ് റേ എവേ ഫ്രം ദി നോർമൽ ആയിട്ട് വരച്ചു. ഇതായിരിക്കും ലൈറ്റ് റേയുടെ പാത്ത്. ആരോ കൃത്യമിട്ടില്ലെങ്കിൽ തെറ്റാണ്. അപ്പൊ നമുക്കറിയാം വന്നു വീഴുന്നത് ഒ പി എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ ആണ്. ഇവിടെ നോർമൽ, ആ നോർമലിന് വേണമെങ്കിൽ ഇതാണ് ഫസ്റ്റ് നോർമൽ, ഇതാണ് എ ബിയുടെ സർഫസിൽ. ആ നോർമലിന്റെയും ഇൻസിഡന്റ് റേയുടെ ഇടയ്ക്ക് വരുന്ന ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ നോർമലിന്റെയും ഇതാണ് റിഫ്രാക്റ്റഡ് റേ, അതിന്റെ ഇടയ്ക്ക് വരുന്നതിന്റെ ഈ ആംഗിളിനെ നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് കൊടുക്കാം. അത് R1 എന്ന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ സർഫസിൽ ഈ വന്ന് വീഴുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, പക്ഷെ നമ്മൾ അത് R2 എന്നാണ് എടുക്കുന്നത്, R2. ഇനിയും ഇത് പുറത്തിറങ്ങുന്നത് ആംഗിൾ എമർജന്റ് റേയുടെയും നോർമലിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് എമർജൻസ്, അതിനെ ഞാൻ I2 എന്നാണ് എടുക്കുന്നത്. ഈ എന്നാണ് നമ്മൾ നേരത്തെ കേസിൽ എടുത്തത്, ഇവിടെ I2 ആണ്. I1 ഉം R1 ഉം ഇത് I1 എന്നാണ് എടുക്കുന്നത്, ഇത് R1 R2 I2 അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കോ, ഇനി നമ്മൾ ഈ രണ്ട് നോർമൽ ജോയിൻ ചെയ്ത ഈ പോയിന്റിനെ നമ്മൾ N എന്ന് വിളിച്ചു. ഓക്കെ, നമുക്കറിയാം ഈ ഇൻസിഡന്റ് റേ ഈ പ്രിസം ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ പോയേനെ, ഇങ്ങനെ പോയേനെ ആണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പൊ എങ്ങനെ ഈ ലൈറ്റ് റേ പോകുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റിഫ്രാക്ഷൻ സംബന്ധിച്ചിട്ട് ഇങ്ങനെയാ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്രയും ഡീവിയേറ്റ് ചെയ്തു പോകേണ്ട വഴിയിൽ നിന്ന് ഇത്രയും ഡീവിയേറ്റ് ചെയ്തു, ശരിയല്ലേ? ആ ഡീവിയേഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ഈ ഇൻസിഡന്റ് റേനെ നമ്മൾ നേരത്തെ എന്താണ് മറ്റേ ഇതിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച പോലെ ഇവിടെയും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. ഇവിടെയും അപ്പൊ നിങ്ങൾ അത് വരയ്ക്കുന്ന സമയത്ത് ഡോട്ടഡ് ഇടാവും. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു, അത് ഡോട്ടഡ് ആക്കണം. ഓക്കെ, അപ്പം ആ ഡീവിയേഷൻ കൃത്യമായിട്ട് ആംഗിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് കൂടെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണം. അതായത് ഈ എമർജന്റ് റേനെ കൂടെ ഞാൻ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അതും ഞാൻ എന്ത് ചെയ്യുക, ഡോട്ടഡിൽ തന്നെ കൊടുക്കുകയാണ്. അതും ഞാൻ ഡോട്ടഡിൽ തന്നെ കൊടുക്കുകയാണ്, ഇതും ഡോട്ടഡ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത്. ആ ആംഗിൾ തന്നെയാണല്ലോ ഈ ആംഗിളും, ഇവിടുത്തെ ആംഗിളും ഈ ആംഗിൾ. അപ്പൊ അതിനെ ഞാൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽ എന്ന് കൊടുത്തു. ഡെൽ എന്ന് പറയുമ്പോൾ എസ് ഇങ്ങനെ വളച്ചിടുന്നത്, അതായത് എസ് അല്ല, ഇങ്ങനെ ഇതാണ് ഡെൽ, അത് കൊടുത്തു. അതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് എഴുതാം, അത് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിനെ ഇത് N എന്ന് കൊടുത്തെങ്കിൽ ഇത് M എന്ന് കൊടുത്തു. എന്നിട്ട് ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോവാണ്. ഇത് ഒ പി എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ പി ക്യൂ, ഈ ജോയിന്റ് ക്യൂ ആണ്, ക്യൂ ആർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഒ പി എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ ആണ്, ഇൻസിഡന്റ് റേ ആണ് ഒ പി, ഇൻസിഡന്റ് റേ. അതേപോലെ തന്നെ പി ക്യൂ എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ആണ്, പി ക്യൂ റിഫ്രാക്റ്റഡ് റേ. അതേപോലെ തന്നെ ക്യൂ ആർ എന്ന് പറയുന്നത് എമർജന്റ് റേ ആണ്, എമർജന്റ് റേ ആണ്. ക്യൂ ആർ എന്ന് പറയുന്നത് എമർജന്റ് റേ ആണ്. ഓക്കെ ആണല്ലോ. ഡെൽ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതേപോലെ തന്നെ ഈ ഫോം ചെയ്യുന്ന ഈ ആംഗിളിനെ, അതായത് ഇവിടെ ഒരു ആംഗിൾ നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ഈ ഭാഗത്ത് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ, ഈ ഭാഗത്തും ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ. അതിലൊരു ആംഗിളിനെ ഞാൻ ഡെൽ 1 എന്ന് കൊടുക്കുന്നു, ഒരു ആംഗിളിനെ ഞാൻ ഡെൽ 1 എന്നാണ് കൊടുക്കാൻ പോകുന്നത്, ഡെൽ 1 എന്നും, ഇതിനെ ഞാൻ ഡെൽ 2 എന്നും കൊടുക്കുന്നു, ഡെൽ 1 ആൻഡ് ഡെൽ 2. ഇതിനെ ഞാൻ LIM2
ഓക്കെ, അപ്പൊ ആ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തോണേ. അതായത് ഇത് ഓയ, ഇത് ഓയ, വേറെ എടുക്കാം, ഇത് ഓയ, ഇത് പി, ഇത് ക്യൂ, ഇത് ആറ്, ഈ പോയിന്റ് എൽ ആണ്, ഇത് എം, ഇത് എൻ, ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, ഇനിയും ഡെറിവേഷനിലേക്ക് കയറാൻ പോവാണ്. നോക്കിക്കോളൂ, ഇത്രയും വരച്ചോ, നിങ്ങൾ വരച്ചോ. മിഷേൽ, അഭിനവ്, സന, ദിവ്യ. ഓക്കെ, ഇനി ഏതാ മോനെ? ഒരു പോയിന്റാ. ഓക്കെ, ഓക്കെ, നമ്മൾ ഇനി ഡെറിവേഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതേണ്ട ഈ എ പി എൻ ക്യൂ എന്ന് പറഞ്ഞതിനെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായിട്ട് എടുക്കാൻ പോകും. നിങ്ങൾ സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാനുണ്ടാവും. ആ സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു സർക്കിളിനകത്ത് ആ സർക്കിളെ ടച്ച് ചെയ്തിട്ട് 4 സൈഡുള്ള ഫിഗർ വരുവാണെങ്കിൽ അതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അത് സ്ക്വയർ ആവാം, റെക്ടാങ്കിൾ ആവാം, ട്രപ്പീസിയം ആകാം, ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററൽ ആവാം. ഓക്കെ ആണല്ലോ? അതിനർത്ഥം ഇതിപ്പോ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ ആംഗിൾ എയും ഇത് ആംഗിൾ ബിയും ആണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് അറിയാമോ? 180 ആയിരിക്കും. അതേപോലെ തന്നെ ഈ ആംഗിൾ സിയും ഈ ആംഗിൾ ഡിയും ആണെങ്കിൽ അതിന്റെ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ചെയ്താലും എത്രയായിരിക്കും? 180. ഇങ്ങനെയുള്ളതിനെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഈ പ്രിസത്തിനകത്ത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നതിനകത്ത് ഒരു ഭാഗത്തെ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എടുക്കാൻ പറ്റും. അതെന്താണെന്ന് അറിയാമോ? വേണ്ട, ഈ ഭാഗം, അതായത് ഇവിടെ നോക്കി, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇത് നമ്മുടെ എ ബി എന്ന് പറയുന്ന സർഫസ്, ഇത് നോർമൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതേണ്ട ഇത് 90 ഡിഗ്രി ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് എ സി എന്ന് പറയുന്ന സർഫസ്, ഇത് അതിന്റെ നോർമൽ. അങ്ങനെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പം ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ 90 പ്ലസ് 90 180 കിട്ടി. അങ്ങനെയാണെങ്കിൽ വേണ്ട ഈ എ പി എൻ ക്യൂ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് എടുക്കാമല്ലോ. അതായത് ഇവിടെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ വേണ്ട അത് ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർക്കിൾ അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ 180 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിന്റെ സർഫസിൽ അതെല്ലാം ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ ഈസിക്കൽ ടു എത്ര? 180 എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ഇങ്ങനെയാണ് അത് എഴുതാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ ഒന്ന് ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയാണ് എഴുതുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. എ പി എൻ ക്യൂ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇത് സൈഡിലോട്ട് വരച്ചു വെച്ചേക്കണം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ എ പി എൻ എന്ന് പറയുന്നത് ഈസിക്കൽ ടു ആംഗിൾ എന്താണ് ആസ് ആംഗിൾ എ പി എൻ ഈസിക്കൽ ടു ആംഗിൾ എ ക്യു എൻ ഈസിക്കൽ ടു 90 ഡിഗ്രി. Therefore നമുക്ക് എങ്ങനെ എടുക്കാം? ഈ രണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈസിക്കൽ ടു എന്തെന്ന് എടുക്കാം? 180 ഡിഗ്രി എന്ന് എടുക്കാം. Therefore ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈസിക്കൽ ടു എത്ര? 180 ഡിഗ്രി എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനിയും അടുത്തത് ഞാൻ പി എൻ ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാ. ഈ പി എൻ ക്യൂവിനകത്ത് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? പി എൻ ക്യൂവിനകത്ത് ആംഗിൾ സം പ്രോപ്പർട്ടി എടുക്കാൻ പോകും. ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ആംഗിൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അപ്പം ഇതിനകത്ത് ഒരു ആംഗിൾ R1, ഒരു ആംഗിൾ R2, ഒരു ആംഗിൾ N എന്ന് തന്നെ എടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ ട്രയാങ്കിൾ പി എൻ ക്യൂ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് ഇക്വേഷൻ 1 എന്നും ഇത് ഇക്വേഷൻ 2 എന്നും എടുക്കാം. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇക്വേഷൻ 1ന്റെ RHSഉം ഇക്വേഷൻ 2ന്റെ RHSഉം 180 ആണ്. അപ്പൊ LHSനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പം ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 ആൻഡ് 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N എന്ന് കിട്ടി.
ആംഗിൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മൈനസ് ആയി പോകുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് കിട്ടി. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇത്ര എഴുതിക്കോ പെട്ടെന്നായിട്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നിങ്ങൾ വേണ്ട ഈ del1 എന്ന് പറഞ്ഞാൽ del1 നമുക്കറിയാം. നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം അറിയാം. ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ആംഗിള് എ ആണെങ്കിൽ ഇവിടത്തെ ആംഗിൾ എന്തായിരിക്കും? എ തന്നെ ആണല്ലോ. അതിനെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയും. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതൊരു എക്സ് ആ ഫോം ചെയ്തിരിക്കുന്നത്. ഏതാ? ഞാനത് വേറൊരു കളർ വെച്ച് കാണിക്കാം. ഇതും അതേപോലെ തന്നെ ഇതും കൃത്യം ഒരു എക്സാ. അപ്പം ഇത് I1 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ എത്രയായിരിക്കും? I1 തന്നെ ആയിരിക്കും. പക്ഷെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? R1 del1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ del1നെ നമുക്ക് എന്തെന്ന് എഴുതാം? അതായത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുവാണെങ്കിൽ ഇത് I1 ആണെങ്കിൽ ഇത് മൊത്തം I1 ആയിരിക്കും. ആണോ മിഷേലെ? അങ്ങനെയാണെങ്കിൽ ഈ I1 ഈസിക്കൽ നമുക്ക് I1നെ നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്, del1ഉം R1ഉം. അപ്പൊ നമുക്ക് സിംപ്ലി del1 പ്ലസ് R1 ഈസിക്കൽ ടു I1 എന്ന് എഴുതത്തില്ലയോ? എഴുതാവോ? മനസ്സിലായിട്ടില്ല? ഇവിടെ നോക്കിയോ, പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു എക്സ് പോവാണ്. ഇത് I1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതും എന്തായിരിക്കും? I1 തന്നെ ആയിരിക്കും. പക്ഷെ ഇതിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത്രയും ഭാഗം എന്താ R1 വന്നിട്ടുണ്ട്, ഇത്രയും ഭാഗം del1 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് I1 ആണെങ്കിൽ I1 ഈസിക്വൽ ടു ഇതും I1 തന്നെയാണ്. അപ്പം I1നെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് del1 പ്ലസ് R1. ഇങ്ങനെ കൊടുക്കാമോന്നാണ് ഞാൻ ചോദിച്ചത്. കൊടുക്കാമോ മിഷേലെ? മനസ്സിലായെങ്കിലേ ആയെന്ന് പറയാമോ മിഷേൽ? മനസ്സിലായി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അഭിനവിനൊക്കെ ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് അങ്ങനെ ചെയ്ത് നോക്കാൻ പോവാണ്. നോക്കിയോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സൈഡിലോട്ട് തന്നെ ഞാൻ അത് എഴുതാം. നമുക്കറിയാം I1 ഈസിക്വൽ ടു del1 പ്ലസ് R1 എന്ന് കൊടുക്കാൻ പോവാം. അവിടെ നിന്ന് del1 ഈസിക്വൽ, നമുക്ക് del1 കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? R1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ നമുക്ക് I1 മൈനസ് R1 ഈസിക്വൽ ടു del1 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ അപ്പുറത്തെ എടുക്കാൻ പോവാം. നോക്കിയോ, ഇത് I2 ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഇത് മൊത്തം എത്ര ആയിരിക്കും? I2 ആയിരിക്കും. അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ കൊടുത്തിരിക്കുന്നത് ഇത്രയും R2, ഇത് del2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ തന്നെ എഴുതത്തില്ലയോ? എങ്ങനെ എഴുതേണ്ടത്? അതായത് ഇങ്ങനെ എഴുതാം നമുക്ക്. നോക്കിക്കോളൂ. സിമിലർലി നമുക്ക് എന്താ? ഓൾസോ I2 ഈസിക്വൽ ടു എന്താ? del2 പ്ലസ് എന്താ? R2. അവിടുന്ന് I2 മൈനസ് R2 ഈസിക്വൽ ടു എന്താ? del2 എന്ന് വരും. ആണല്ലോ. കാരണം R2നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് del1ഉം del2ന്റെ ആൻസർ കിട്ടി. ഇനി എന്താ എടുക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നിങ്ങൾ നോക്കിയേ, എക്സ്റ്റീരിയർ ആംഗിൾ ഈസിക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞൊരു ഇത് മാത്സിൽ പഠിക്കാനുണ്ട്. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ട്രയാംഗിൾ ഇങ്ങനെയല്ലേ ഫോം ചെയ്തിരിക്കുന്നത്. ഇത് എക്സ്റ്റീരിയർ ആംഗിൾ, ഇത് അതിന്റെ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിളിനെ നമുക്ക് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളിനെ സമ്മായിട്ട് എഴുതാൻ പറ്റും. അതായത് അതിനെ വേറൊരു ട്രയാംഗിൾ ആയിട്ട് ഞാൻ വരച്ച് കാണിക്കാം. നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. നമുക്കിപ്പം ഫിസിക്സിൽ മാത്സിൽ ഒരു തിയറി ഉണ്ട്. അത് നിങ്ങൾ സൈഡിലോട്ടാണ് എഴുതേണ്ടത്. ഇപ്പം ഇങ്ങനെ ഒരു ട്രയാംഗിൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇത് del1 എന്ന് വന്നു, ഇത് del2 എന്ന് വന്നു. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ del. ഇത് എക്സ്റ്റീരിയർ ആംഗിൾ, അതിന്റെ ഇന്റീരിയർ ആംഗിൾ ഇത്, അതിന്റെ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ഇത് രണ്ടെണ്ണം. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ ഈസിക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതിന്റെയും സം ആണ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന്. ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ സം ആയിട്ട് നമുക്ക് എഴുതാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ആസ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസിക്വൽ ടു
സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഡെൽ ഈസ് ഈക്വൽ ടു എന്താ del 1 പ്ലസ് del 2 എന്ന് എഴുതാം ഇല്ലയോ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താന്ന് എഴുതാം i1 മൈനസ് r1 പ്ലസ് i2 മൈനസ് r2 എന്ന് എഴുതാം ശരിയല്ലേ കാരണം del 1 del 2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അറേഞ്ച് ചെയ്തിട്ട് ഡെൽ ഈസ് ഈക്വൽ ടു i1 പ്ലസ് i2 എന്ന് എഴുതി മൈനസ് r1 മൈനസ് r2 എന്ന് എഴുതി അടുത്ത സ്റ്റെപ്പിൽ ഡെൽ ഈസ് ഈക്വൽ ടു i1 പ്ലസ് i2 മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് r1 പ്ലസ് r2 എന്ന് എഴുതാം ഓക്കെ നമുക്കറിയാം r1 പ്ലസ് r2 ആംഗിൾ r1 പ്ലസ് r2 ഇവിടെ നമ്മൾ ആംഗിൾ എ ആണെന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് അപ്പം ഡെൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം i1 പ്ലസ് i2 മൈനസ് ആംഗിൾ എ എന്ന് എഴുതാം ഇതിനെ ഇക്വേഷൻ നമ്പർ എത്രയായിരുന്നു ഇക്വേഷൻ നമ്പർ 4 ആയി ഇത്ര എഴുതിക്കോളൂ കഴിഞ്ഞു ഡെറിവേഷൻ കഴിഞ്ഞു ഇനിയും ഇവിടെ നിന്ന് നമുക്ക് എന്താ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം എന്താ ഇതിനെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെൽ അപ്ലൈയിങ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ കൊടുക്കാൻ പോവാണ് അപ്ലൈയിങ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ അങ്ങനെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ r1 എന്ന് പറയുന്നത് r2 ഈക്വൽ ആവും അതിനെ r ആയിട്ട് എടുക്കാം i1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i2 ഈക്വൽ ആവും അതിനെ നമുക്ക് i എന്ന് എടുക്കാം ഡെൽ എന്ന് പറയുന്നത് ഡെൽ m ആവും മിനിമം ഡീവിയേഷൻ അങ്ങനെയാണ് ഇതെല്ലാം നമ്മുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ a എന്തായിട്ട് മാറും a ഈസ് ഈക്വൽ ടു r1 പ്ലസ് r2 എന്നാണ് എടുത്തത് അല്ലേ അപ്പൊ നമുക്ക് r പ്ലസ് r എന്ന് വരും ആംഗിൾ a ഈസ് ഈക്വൽ ടു r പ്ലസ് r ആംഗിൾ a ഈസ് ഈക്വൽ ടു 2r എന്ന് വരും അവിടെ നിന്ന് r കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി r കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ആംഗിൾ a/2 ചെയ്താൽ മതി ഓക്കെ ഇതേപോലെ തന്നെ നമുക്ക് ആ ഐയുടെ അതിനകത്തോട്ടും ഇട്ട് കൊടുക്കാം മുകളിലോട്ട് എഴുതുകയാണ് നമുക്ക് ഐയുടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം എന്താ ഡെൽ എം ആവും ഡെൽ എം ഈസ് ഈക്വൽ ടു i പ്ലസ് i മൈനസ് ആംഗിൾ എ എന്നാണ് അപ്പൊ ഡെൽ എം ഈസ് ഈക്വൽ ടു 2i മൈനസ് ആംഗിൾ എന്ന് എഴുതാം അവിടുന്ന് ഡെൽ എം പ്ലസ് എന്താണ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 2a എന്ന് എഴുതാം അവിടുന്ന് i കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി ഡെൽ എം പ്ലസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ബൈ 2 ഈസ് ഈക്വൽ ടു എന്താ i എന്ന് എഴുതാം അപ്പം ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷൻ ഇത് മിനിമം ആണ് ഇതും പഠിച്ചു വെക്കുക അതേപോലെ ഇനി താഴത്തെയും പഠിച്ചു വെക്കുക മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക 4 ഇത്രയുമേ ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു